ഒരു പുള്ളിത്തുണിയും 2 അച്ചാറും ബാഗുമായിട്ട് ദുബായിൽ കയറി വന്നവരാണ്. എയർപോർട്ടിൽ ലാൻഡ് ചെയ്യുമ്പോൾ ₹1 പോലും ഇല്ല. സോണാപൂർ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ശരിക്കും പറഞ്ഞ ദുബായിയുടെ യഥാർത്ഥ സ്വർഗം അതാണ്. ഈ കാണുന്ന സമുച്ചയങ്ങളൊക്കെ അവരുടേതാണ്. അലറി വിളിച്ച് പറയുന്നതാണ് ഇവിടുത്തെ മാർക്കറ്റ്. അത് ഓരോരുത്തർക്കും ഓരോ സ്റ്റൈൽ ഉണ്ടാവും. അലറി വിളിക്കുന്നത് മോശമാണെന്നല്ല, വലിയ അലർച്ച ഇല്ല. ഞങ്ങളുടെ വീഡിയോ പ്രൊമോഷന് പോകുമ്പോൾ ഞങ്ങൾ പണം കൊടുക്കുക, പണം വാങ്ങിക്കുക എന്നുള്ളതാണ്. ശരിക്കും ഞാൻ ആ കാശ് വെച്ചിട്ടാണ് ഒരു സിം വാങ്ങുന്നത്. 1.5 മാസം ജീവിച്ചത്. മാസാവസാനം ക്രെഡിറ്റ് കാർഡ് എടുക്കാൻ ക്യാഷ് ഇല്ല, ബുദ്ധിമുട്ടുന്നുണ്ട്. പകുതിക്ക് പഠിപ്പ് വിട്ടതായിരുന്നു. പിന്നെ അപ്പോൾ പഠിക്കണം തോന്നി. ശരിക്കും പഠിപ്പിച്ചു ശരിക്കും ജീവിതം. അല്ലെങ്കിൽ നമ്മളൊരു ഇത് പാനീയം കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ. ചിക്കൻ കടായിയൊക്കെ ശരിക്കും ആസ്വദിച്ച് കഴിച്ച കാലമുണ്ട്. കാരണം നമ്മുടെ ലൈഫ് അങ്ങനെയാണ്. എപ്പോഴും കഴിക്കാനില്ല. ഞാൻ പറയും ഗ്രിൽ ചിക്കൻ ഒക്കെ സാലറി കിട്ടുമ്പോൾ മാത്രമേ ജീവിക്കണം. നമ്മളെക്കാൾ സന്തോഷത്തോടെ ജീവിക്കുന്നു എന്നുള്ളതാണ്. കാരണം അവർക്ക് ലിമിറ്റ് ഉണ്ട്. അവരെങ്ങനെ ജീവിക്കണം എന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ ഇവന്റെ കാശാണ് എൻ്റെ ഫെയിം വെച്ച് ഞാൻ അടിച്ചു മാറ്റി. അതിലൊരു ഉന്മാദമുണ്ട്. മൂവി വേൾഡ് മീഡിയ മിഡിൽ ഈസ്റ്റിന്റെ ഒരു സെഗ്മെന്റ് ആണ് ഇൻഫ്ലുവൻസേഴ്സ് ചാറ്റ്. ഈ UAE ബേസ് ചെയ്ത് സാമൂഹ്യ പ്രവർത്തനങ്ങളോടൊപ്പം തന്നെ ബിസിനസ്സും ചെയ്യുന്ന 2 ചങ്ങാതിമാരാണ് ഇന്ന് നമ്മുടെ അതിഥിയായിട്ട് വന്നിരിക്കുന്നത്. നമസ്കാരം. നമസ്കാരം. മുന്തിറും റിയാസ് പപ്പനുമാണ് നമ്മുടെ അതിഥികൾ. നമുക്ക് സ്വാഗതം ചെയ്യാം. താങ്ക് യു. ഇവിടുത്തെ കൂടുതൽ ആളുകൾ ഫോളോ ചെയ്യുന്നത് ഇൻസ്റ്റയും ഫേസ്ബുക്കും ഇല്ല, ടിക്ടോക്ക് ഉണ്ട്. അപ്പൊ ഈ ടിക്ടോക്ക് എന്ന് പറയുമ്പോൾ നമുക്കറിയാം പാട്ടും ഡാൻസും. അതിനപ്പുറത്തേക്ക് ടിക്ടോക്കിനെ നിങ്ങൾ എങ്ങനെ ഉപയോഗിക്കാം? ആദ്യം തന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഇതൊരു ഇന്റർവ്യൂ ആയിട്ടൊന്നും എടുക്കണ്ട. നമുക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ, ഞങ്ങൾ ഇതുവരെ ഒരു മീഡിയയുടെ മുമ്പിൽ ഇങ്ങനെ ഇരുന്ന് പറയാത്ത കുറച്ച് കാര്യങ്ങൾ കേൾക്കാൻ ശ്രമിച്ചു നോക്കുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇവരത് ബ്രോഡ്കാസ്റ്റ് ചെയ്യുമ്പോൾ ഇതിലൂടെ എന്തെങ്കിലും ഒരു മെസ്സേജ് കൂടെയാണ് ഞങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. എന്തായാലും ഞങ്ങളെ വളർത്തിയത് ടിക്ടോക്കാണ്. ഞാനിവിടെ 18 വർഷമായിട്ടുണ്ട്. ഈ കഴിഞ്ഞ 4 വർഷമല്ലേടാ, 4 വർഷം മുമ്പ് ടിക്ടോക്ക് അത്ര പ്രചാരണത്തിലല്ലാത്ത കാലത്ത് തുടങ്ങുന്ന ഒരു ബിഗിനിങ്ങിലാണ് ഞങ്ങൾ തമ്മിൽ കണ്ടുമുട്ടുന്നതും. ഇപ്പം നിങ്ങൾ നേരത്തെ പറഞ്ഞ പാട്ടുപാടലും ഇതും മാത്രമല്ല ടിക്ടോക്ക്. അതിൽ നിന്ന് നമുക്കൊരു നന്മയുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഏത് മാധ്യമത്തെയും അതിൻ്റെ നല്ലതിനെയും ചീത്തയും തിരിച്ചെടുക്കാൻ പറ്റും. നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഞങ്ങൾക്ക് ഒരാളിലൂടെ ഇൻസ്പയർ ചെയ്തിട്ടാണ് ഞങ്ങൾ ഇതിലേക്ക് വരുന്നത്. ശരിക്കും ഞങ്ങളൊക്കെ ഉത്ഭവിക്കുന്നത് തന്നെ അങ്ങനെയാണ്. ഞങ്ങൾ ടിക്ടോക്ക് തുടങ്ങുന്ന സ്ഥലത്ത് ഇവിടെ തള്ളല്ല കേട്ടോളി അബ്ദുറഹ്മാൻ എന്ന് പറയുന്നൊരു പുള്ളിക്കാരനാണ്. അപ്പോൾ പുള്ളി ഇങ്ങനെ വീഡിയോ ഒക്കെ ചെയ്യുന്നത് കണ്ടിട്ടാണ് ഞങ്ങൾ പുള്ളിയുടെ അടുത്തേക്ക് ചെല്ലുന്നത്. അങ്ങനെ പുള്ളിയായിട്ട് സംസാരിക്കുന്നത്. അങ്ങനെ ഞങ്ങളൊരു ഗ്യാങ്ങായി മാറി. കൊറോണയ്ക്ക് ശേഷം കൊറോണ ഒരു ബ്രേക്ക് ആയിരുന്നു. കൊറോണ ആണ് ആ സമയത്ത്. അവനന്ന് ഒരു വീട്ടിൽ ജോലി ചെയ്യുന്ന ഒരു ഡ്രൈവറാണ്. ഞാനന്ന് നമുക്കൊക്കെ അന്ന് ലോക്ക്ഡൗൺ ആണ്. ഇവിടെ ഒന്നുമില്ല, അടഞ്ഞു കിടക്കുന്ന സമയമാണ്. എല്ലാവരും പോയില്ല, ഇല്ല, എല്ലാവരും ഫ്രീ ആയി നിൽക്കുന്ന സമയം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ഉൾത്തിരിഞ്ഞ ചെറിയ തീരുമാനത്തിൽ നിന്ന് ഞങ്ങൾ 14 പേര് ചേർന്നിട്ട് ഒരു ചെറിയ ഗ്രൂപ്പ് ഉണ്ടാക്കി. എന്നിട്ട് ആ സമയത്ത് പ്രത്യേകിച്ച് പണിയൊന്നും, വാട്സപ്പ് ഗ്രൂപ്പ് അല്ല, ടിക്ടോക്ക് ഗ്രൂപ്പ്. അങ്ങനെ ടിക്ടോക്കിൽ നിന്നൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി. അതിന് പുള്ളിക്കാരൻ്റെ പേര് തന്നെ ഇട്ടു, തള്ളല്ല കേട്ടോളി. അങ്ങനെ നമ്മളന്ന് ചെയ്തുകൊണ്ടിരുന്നത് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ജനങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പുറത്തേക്ക് വണ്ടിയെടുത്ത് ഇറങ്ങാണ്. ആ സമയത്ത് ശരിക്കും പോലീസിൻ്റെ പെർമിഷൻ വേണം. ഇത്ര സമയം തൊട്ട് ഇത്ര സമയം തന്നെ ലോക്ക്ഡൗൺ ആണ്. നമ്മൾ സ്പെഷ്യൽ പെർമിഷൻ എടുത്തു. നമ്മൾ പോലീസിൻ്റെ കൂടെ വർക്ക് ചെയ്തു. നമുക്ക് അതിനെ എടുത്തു പറയേണ്ടത് ഇവിടുത്തെ ഒരുപാട് സംഘടനകൾ അന്ന് ആ സമയത്ത്, KMCC, ഒരുപാട് സംഘടനകൾ അന്ന് ആ സമയത്ത് മനുഷ്യർക്ക് വേണ്ടി കൊറോണ ഇങ്ങനെ കൊടുമ്പിരി കൊണ്ടുവന്ന സമയത്ത്, പുറത്തേക്ക് ഇറങ്ങാൻ മടിക്കുന്ന സമയത്ത് നമുക്ക് സ്പെഷ്യൽ പെർമിഷൻ തന്നു. നമ്മൾ ഫുഡ് കണ്ടെത്തി. ഇതൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നത് ഈ പറയുന്ന ടിക്ടോക്കിലേക്കാണ്. അപ്പോൾ അതിൽ നിന്ന് ജനങ്ങൾ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ ഹെൽപ്പ് മീൻസ് ക്യാഷായിട്ട് അന്ന് തൊട്ട് ഇന്ന് വരെ ഒരാളിൽ നിന്നൊരു പ്രതിഫലവും ഞങ്ങൾ പറ്റിയിട്ടില്ല. അപ്പോൾ ആളുകൾ നമുക്ക് ഫുഡ് തരും. അപ്പോൾ അത് ഇങ്ങനെ എല്ലാവരുടെ കയ്യിലും പണമുണ്ട്, പക്ഷേ അത് പുറത്തേക്ക് എടുക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് അന്ന്. കാരണം വീടിൻ്റെ ഉള്ളിൽ നിന്ന് പെട്ടെന്ന് നമ്മൾ ലോക്കാവാണ്. നമ്മൾ മാക്സിമം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഫുഡുകൾ എത്തിച്ചു, വെള്ളം എത്തിച്ചു, രോഗികളെ ഒരുപാട് ആളെ സഹായിച്ചു. അതിനേക്കാൾ എടുത്തു പറയേണ്ടത് എന്നെ നിങ്ങളൊക്കെ പോലെ ജോലി ചെയ്യാൻ വന്ന ആയിരക്കണക്കിന് പേരാണ് അന്ന് മരിച്ചു പോയത്. കൊറോണയ്ക്ക് ഒരൊറ്റ കുടുംബത്തിന് പോലും കാണാൻ പറ്റാതെ പോയത്, കൊറോണ വന്നിട്ടില്ലാതായത്. അവരുടെയൊക്കെ ഭൗതിക ശരീരങ്ങൾ ശരിക്കും പറഞ്ഞാൽ സോണാപൂരിൽ കബറടക്കിയത് വല്ലാത്തൊരു അവസ്ഥയാണ്. കാരണം സിനിമയിലും ടി വിയിലൊക്കെ വളരെ കുറഞ്ഞ ഭാഗങ്ങളെ കാണിച്ചിട്ടുള്ളൂ. അവർക്ക് വേണ്ടി നിങ്ങൾ നമസ്കരിച്ചു, അവർക്ക് കുളിപ്പിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല അന്ന്. കാരണം ഭയങ്കരമായിട്ട് കവറിലാക്കിയിട്ട് ഇത് ചെയ്യുന്ന സമയമാണ്.
അന്നത്തെ ആ കാര്യങ്ങളൊക്കെ നമ്മൾ ഏറ്റെടുത്ത് ചെയ്തു എന്നുള്ളതാണ്. അതാണ് നമ്മളെ ബിഗിനിങ് എന്നുള്ളത്. അതാണ് നിങ്ങളുടെ തുടക്കം. സാമൂഹ്യ അപ്പൊ നാട്ടിലൊക്കെ വർക്ക് ചെയ്യുന്ന 18 വർഷമല്ലേ ഇവിടെ പഠിക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ മറ്റേ ചണ്ടയ്ക്ക് കോളേജിലൊക്കെ പോകുമായിരുന്നു. നമുക്ക് പണ്ട് തൊട്ടേ ഈ വീഡിയോസിനോട് എനിക്ക് ഭയങ്കര ക്രഷ്. അഭിനയമോഹിയാണോ? അല്ല, സിനിമ അങ്ങനെ അഭിനയമൊന്നും അതിനിപ്പോ എന്തെന്നല്ല, അങ്ങനെയല്ല. ഇവിടെ നമുക്ക് ഞാൻ സിനിമ കാണാറില്ല, വളരെ ചെറിയ അഭിനയൊക്കെ താല്പര്യം. നമ്മുടെ സുഹൃത്തുക്കളുടെ സിനിമയിൽ ഇപ്പൊ ഷിയാസാനും മറ്റുള്ള ഒരുപാട് പേരുണ്ട് ഇതേമാതിരി ചെറിയ ചാൻസുകൾ. ഇപ്പൊ തന്നെ ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ നമ്മളെ റൂമിലുണ്ട്, അവസരം വേണോ ചെയ്യാൻ പറ്റും ചോദിച്ചിട്ടുണ്ട്. പൊന്നെ താല്പര്യമില്ല. ഇപ്പൊ ഉള്ള പരിപാടികൾ മതി. ഒന്നാമത് ഞങ്ങൾ എപ്പോഴും ഞാൻ അവനോട് പറയണ്ടേ സമാധാനത്തിൽ ഉറങ്ങിയാൽ മതി എന്നുള്ളതാണ്. ഇപ്പം പറഞ്ഞു ഈ 2000-ന് ശേഷമാണ് വന്നതെന്ന്. ഇപ്പൊ ഇവിടെ തൊഴിൽ അന്വേഷകനായി വന്നതല്ലേ, എന്തായിരുന്നു കരിയർ തുടക്കം? എന്ത് ജോലി? ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് സാമൂഹ്യ പ്രവർത്തനമൊക്കെ ഒരു സൈഡായിട്ട് കൂട്ടിക്കോ. എന്താണ് ജോലി? എൻ്റെ ഉപ്പ ഇവിടെ ഒരു 35 വർഷത്തോളം അബുദാബിയിൽ പോലീസിലുണ്ടായ ആളാണ്. അബുദാബി പോലീസിൽ കുക്കായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉപ്പ എന്ന ആ സമയത്ത് ഉപ്പാൻ്റെ നല്ല സമയത്ത് ഒരു ചെറിയ ഗ്രോസറി തുടങ്ങി അബുദാബി ബനിയാസ് എന്ന് പറയുന്ന സ്ഥലത്ത്. അപ്പോൾ ഗ്രോസറിയിൽ നമ്മളിങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് നമുക്ക് ദുബായ് ഇങ്ങനെ ടി വിയിൽ കാണുന്നതും അതുപോലെ തന്നെ നമ്മുടെ സുഹൃത്തുക്കൾ ഇങ്ങനെ ദുബായിൽ നിന്ന് നമ്മളെ കാണാൻ വരും. ഞാനന്ന് ഈ ഗ്രോസറി റെസ്റ്റോറൻറ്റിൻ്റെ ഒക്കെ പ്രത്യേകത എന്ന് വെച്ചാൽ 2005 കാലഘട്ടം അല്ലേ, 2005 ഡിസംബറിലാണ്. അപ്പോൾ ഇവരുടെയൊക്കെ ഈ റെസ്റ്റോറൻറ്റ്, ഗ്രോസറി, ലാൻഡ്രി ഇവരുടെയൊക്കെ പ്രത്യേകത എന്ന് വെച്ചാൽ വന്നന്ന് ജോലിക്ക് കയറിയാൽ എന്നാണോ പോകുന്നത് അന്ന് അത്രയും ദിവസം ഇവർ ഇന്നും അങ്ങനെ തന്നെ. എയർപോർട്ടാണ്, വേറെ പുറലോകമൊന്നും കാണുന്നില്ല. ദുബായ് ലൈഫിന്റെ വേറൊരു ഫേസ് ആയിട്ട് പറയുന്നത്. സെൽഫികൾ മാത്രമല്ല ദുബായ്, ഒരിക്കലല്ല, ഇന്നും അങ്ങനെ ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ നമുക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. എൻ്റെ കൂട്ടുകാരൊക്കെ നമ്മളെ ദുബായിൽ നിന്ന് കാണാൻ വരും. സത്യം പറഞ്ഞാൽ ഈ ദുബായ് കാണാനുള്ള മോഹോട് വാപ്പാടായിട്ട് തല്ല് പിടിച്ചിട്ട് ഞാൻ വാപ്പാട് പറഞ്ഞു എനിക്ക് വേറെ ജോലി നോക്കിക്കോളാം. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി, ഷോപ്പിൽ നിന്ന് ഇറങ്ങി. മര്യാദക്ക് നമ്മളെ ഷോപ്പ് കൊണ്ടിടുന്നാൽ മതിയായിരുന്നു. ഷോപ്പിൽ നിന്ന് ഇറങ്ങി അങ്ങനെ ഞാൻ ഒന്ന് ബ്രേക്ക് എടുത്ത് നാട്ടിൽ പോയി. തിരിച്ച് നമ്മൾ ദുബായിലേക്ക് വരികയാണ്. അപ്പോൾ അവരൊക്കെ ഉള്ളത് അബുദാബിയിലാണ്. അപ്പോൾ ഞാനിവിടെ വന്നു. സത്യം പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഒരു രൂപ പോലും, എയർപോർട്ടിൽ ലാൻഡ് ചെയ്യുമ്പോൾ ഒരു രൂപ പോലും ഇല്ല. അങ്ങനെ ഞാനന്ന് സെക്യൂരിറ്റി ഗാർഡായിട്ട് ട്രാൻസ്കാർഡ് എന്ന് പറയുന്ന കമ്പനിയിൽ ജോയിൻ ചെയ്യണം. നാട്ടിൽ നിന്ന് കൊച്ചിയിൽ നിന്ന് ഇൻ്റർവ്യൂ എടുത്തിട്ട് ജോയിൻ ചെയ്തിട്ട് അതിലേക്ക് വന്ന് സോണാപൂർ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. ശരിക്കും പറഞ്ഞാൽ ദുബായിയുടെ യഥാർത്ഥ സ്വർഗം അതാണ്. ദുബായിയെ കെട്ടിപ്പടുത്ത മനുഷ്യന്മാർ ജീവിക്കുന്ന ലക്ഷക്കണക്കിന് മനുഷ്യരുടെ വിയർപ്പ്, ഈ കാണുന്ന സമുച്ചയങ്ങളൊക്കെ അവരുടേതാണ്. 40 മോളിൽ പെയിന്റ് അടിക്കുന്നവനും അത് കെട്ടി കമ്പി എടുത്തവനും അവരുണ്ടാക്കിയതാണ് ഈ ദുബായ്. കാരണം 10 വർഷം കൊണ്ട് ദുബായ് ഭയങ്കര ബൂമായി എന്നൊക്കെ വലിയ വലിയ ആളുകൾ പറയുമ്പോൾ ശരിക്കും സോണാപൂരിലും ജബലാലിയിലുള്ള ലക്ഷക്കണക്കിന് തൊഴിലാളികളുണ്ടാക്കിയ അവിടെ ഒരു മാസം സോണാപൂരിൽ ജീവിച്ചവൻ പിന്നെ ലോകത്ത് എവിടെ പോയാലും ജീവിച്ചു. അങ്ങനെ നമ്മൾ അവിടെ വന്ന് പെടുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഡിസംബറിൽ മഴയുള്ള സമയത്ത് മുട്ടോളം വെള്ളം, അന്ന് കച്ചറ വെള്ളമായിട്ട് നടക്കാനൊന്നും പറ്റില്ല. എനിക്ക് ഭക്ഷണം ഈ കമ്പനി ഒരു പിടുത്തമില്ല. അങ്ങനെ എൻ്റെ കയ്യിൽ 5 പൈസ ഇല്ല. അങ്ങനെ എന്നെ കാണാൻ ഒരു കൂട്ടുകാരൻ വരിക, നാട്ടിലെ കൂട്ടുകാരൻ വരിക. അവൻ്റെ കൂട്ടത്തിൽ അവൻ്റെ ഒരു കൂട്ടുകാരനും കൂടിയുണ്ട്. ഇവൻ എന്നെ വന്നു, കണ്ടു, പരിചയപ്പെട്ടു. ഇവൻ കാരണം ഞാൻ ദുബായ് കാണാൻ ഇങ്ങോട്ട് കയറി പോകുന്നത്. അവസാനം ഇവൻ എന്നെ കണ്ടു തിരിച്ചു പോവാണ്. എൻ്റെ കയ്യിൽ ഞാൻ അങ്ങനെ പ്രതീക്ഷിക്കുകയാണ് ഇവൻ എന്നെ എന്തെങ്കിലുമൊക്കെ സപ്പോർട്ട് ചെയ്യായിരിക്കുന്നു. ഇവൻ്റെ കൂടെ വന്നവൻ ശരിക്ക് യഥാർത്ഥ ഗൾഫ് മലയാളിയെ അറിയുന്നവനാണെന്ന് തോന്നുന്നു. ആളെ ഞാൻ ഇന്ന് എൻ്റെ മനസ്സിൽ ഓർമ്മയുണ്ട്. ആളെൻ്റെ കയ്യിൽ ഒരു 50 ദിർഹംസ് എടുത്തിട്ട് എൻ്റെ കയ്യിൽ തന്നു. ശരിക്കും ഞാൻ ആ കാശ് വെച്ചിട്ടാണ് ഒരു സിമ്മ് വാങ്ങുന്നത്. 1.5 മാസം ജീവിച്ചത് ആ 50 ദിർഹംസ് കൊണ്ടാണ്. പിന്നീട് അവിടെ നിന്ന് ഇങ്ങോട്ട് ഞങ്ങളതൊരു വീഡിയോ തന്നെ ചെയ്തിരുന്നു. എന്താണെന്ന് വെച്ചാൽ ആര് ഗൾഫിൽ വന്നാലും അവർക്കൊരു നമ്മുടെ വക ഒരു പുതിയ ന്യൂക്കമ്മർ വരികയാണെങ്കിൽ ഒരു 100 ദിർഹംസ് കൊടുത്താൽ ലക്ഷക്കണക്കിന് രൂപയേക്കാൾ വില ആ 100 ദിർഹംസിനുണ്ടാവും. പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് 3.5 വർഷം നമ്മൾ സെക്യൂരിറ്റിയിൽ ഞാൻ ജോലി ചെയ്തു. അവിടെ നിന്ന് ലൈസൻസ് എടുത്തു. പിന്നെ പഠിക്കുക ഉള്ള കാലത്ത് ഞാൻ ഡിഗ്രി പകുതി കിട്ടിയിട്ട് വിപ്ലവവും കുറച്ച് രാഷ്ട്രീയമൊക്കെ ഉണ്ടായിരുന്നു. SFIയുടെ പിന്നാലെ പോയതുകൊണ്ട് അങ്ങനെ പകുതിക്ക് പഠിപ്പ് വിട്ടതായിരുന്നു. പിന്നെ അപ്പോൾ പഠിക്കണം തോന്നി. ശരിക്കും പഠിപ്പിച്ചു ശരിക്കും ജീവിതം. അങ്ങനെ അബുദാബിയിൽ നിന്ന് എക്സാം എഴുതി പാസ്സായി. പിന്നീട് ഞാൻ എത്തിപ്പെടുന്നത് ലോജിസ്റ്റിക്സിലാണ്. ഇപ്പോൾ ഡെൻസസ് DHL എന്ന് പറയും, ലോജിസ്റ്റിക്സിൽ വർക്ക് ചെയ്തു. പിന്നീട് ഇപ്പോൾ ഞാൻ പ്രസൻ്റ്ലി വർക്ക് ചെയ്യുന്നത് ഒരു അഡ്വക്കേറ്റ് ഫേമിലാണ്, എന്ന് വെച്ചാൽ ലീഗൽ ഫേമിലാണ്. അവിടെ ഒരു ക്ലെയിംസ് മാനേജറായിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞങ്ങൾ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ 2 പേരും തൊഴിൽ ചെയ്യുന്നുണ്ട്. അങ്ങോട്ട് വരാം. ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് യാബ് എന്ന് പറയുന്നത് സലാം പാപ്പനശ്ശേരിയുടെ കീഴിലുള്ള യാബിൽ
അവിടെ ക്ലെയിംസ് മാനേജറായിട്ട് വർക്ക് ചെയ്യുകയാണ്. അതുകൊണ്ടാണ് അങ്ങനത്തെ ഒരു പൊസിഷനിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് ഒരുപാട് ആളുകളെ അറിയാൻ പറ്റുന്നത്, ഒരുപാട് വിഷയങ്ങൾ ഇടപെടാൻ പറ്റും, ഒരുപാട് ആളുകളെ സഹായിക്കാനും പറ്റുന്നത് അതുകൊണ്ടാണ്. അതുപോലെ തന്നെ പപ്പന്റെ കരിയർ എങ്ങനെ ഇവിടെ സ്റ്റാർട്ട് ചെയ്യണേ? എന്റെ കരിയർ ഞാൻ ജോലി അന്വേഷിച്ചു വന്നല്ല. ഞാൻ 2010-15 നാട്ടില് സ്കൂളിൽ വർക്ക് ചെയ്യുന്നു. ടീച്ചറായിരുന്നു? അല്ല, ടീച്ചറില്ല, ഞാൻ അക്കൗണ്ടന്റ് ആയിരുന്നു ഒരു ഇന്റർനാഷണൽ സ്കൂളിൽ, PVC ഇന്റർനാഷണൽ സ്കൂളിൽ. ആ സമയത്താണ് എങ്ങനെയും നാട്ടിലെ ഗൾഫ് എല്ലാവരുടെയും സ്വപ്നമാണല്ലോ. അങ്ങനെ നമ്മൾ ഫ്രണ്ട് എന്ത് ചെയ്യാണ്, ഇവിടുത്തെ ഒരു ചാൻസ് കിട്ടിയപ്പോൾ അവന്റെ ബോസിന്റെ അക്കൗണ്ടന്റായിട്ട് പുതിയൊരു സ്ഥാപനം തുടങ്ങുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ടിക്കറ്റും വിസയൊക്കെ അയച്ചു കൊടുത്തിട്ട് അങ്ങനെ വന്ന സമയത്ത് അവിടെ എന്താ പറയുക, അവിടെ അന്ന് നല്ല ജോലി സാലറിയൊക്കെ ഉണ്ട്, ഒരുപാട് കഷ്ടപ്പാട് നല്ലൊരു ജോലി കിട്ടി ലൈഫ് ഇട്ടാണ് അതൊക്കെ അവിടെയാണ്. പക്ഷെ അതിലൂടെ കഴിച്ചിലാവാന്ന് എഴുതിയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. പക്ഷെ ഇവിടെ വന്ന സമയത്ത് ഈ പറഞ്ഞ മാതിരി നല്ല ഓഗസ്റ്റിലല്ലേ വരുന്നത്, പിന്നെ ബീച്ചിലാണ്, ഔട്ട്ഡോർ വർക്കാണ്, നന്നായിട്ട് വെയിൽ കൊള്ളണം. അങ്ങനെ വന്ന സമയത്ത് വിസ ആയതുകൊണ്ട് ഇല്ലാതെ ചിലപ്പോൾ തിരിച്ചു പോയിന്. പക്ഷെ ഇവിടെ 9 വർഷമായി സെയിം കമ്പനിയിലാണ്. ആ കമ്പനി എനിക്ക് പോകുന്നത് പൂട്ടേണ്ട സാഹചര്യമൊക്കെ വന്നിരുന്നു. ബോസ് എന്നോട് പറഞ്ഞ് പൂട്ടിപ്പോയിക്കോ, നമുക്ക് ഇത് കമ്പനി വിൽക്കാന്ന് വരെ വെച്ചിരുന്നു. പക്ഷെ ഇന്ന് അൽഹംദുലില്ലാ ആ കമ്പനി നല്ല റീച്ചിലെത്തി. ആള് ചിന്തിക്കുന്നതിൻ്റെ അതിനേക്കാളൊക്കെ ട്രിപ്പിൾ മുകളിലെത്തിയിട്ടുണ്ട്. കമ്പനി വളർന്നോട് ഞാനും വളർന്നു. ഓ തീർച്ചയായും, അത് ഫസ്റ്റ് എൻ്റെ ബോസ് പറഞ്ഞൊരു കാര്യമാണ്, ഞാൻ വളർന്നാൽ നീയും വളരും. അത് ഫസ്റ്റ് എന്നോട് പറഞ്ഞിട്ടുള്ളൊരു കാര്യം. അതുകൊണ്ടാണ് ഞാൻ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തു. ഇന്ന് സത്യം പറഞ്ഞാൽ സാലറിക്ക് പുറമെ കുറച്ച് ഷെയറും കൂടെ എനിക്ക് എഴുതി തന്നു. അതിന് സന്തോഷമുള്ള കാര്യം. ഇനി അടുത്തൊരു ചോദ്യത്തിലേക്ക് പോയിക്കോട്ടെ. ഇപ്പോൾ ഈ നിങ്ങളുടെയൊക്കെ പേജുകളിൽ നിങ്ങൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ലാസ്റ്റ് എടുത്തൊരു ലാപ്ടോപ്പ് ബിസിനസ്സാണ്, ഹോട്ടലിൽ ഭക്ഷണം, അലറി വിളിച്ച് പറയുന്നതാണോ ഇവിടുത്തെ മാർക്കറ്റ്? ഉറക്കെ പറയണം, അതോ റീലിന്റെ ടൈമാണോ? അല്ല, അങ്ങനെയല്ല, അത് ഓരോരുത്തർക്കും ഓരോ സ്റ്റൈൽ ഉണ്ടാവും. അലറി വിളിക്കുന്നത് മോശമാണെന്നല്ല, അല്ല, അവർക്ക് അവരുടെ ഇന്റൻഷൻ, ജനങ്ങളുടെ ഇപ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾ ഈ റീൽ ചെയ്യുന്നവരുണ്ട്. എസ്പെഷ്യലി UAE മാത്രം ഇങ്ങനെ വീഡിയോ ചെയ്യുന്ന 250 മേലെ നമ്മൾ അറിയുന്നവരുണ്ട്, നമുക്കൊരു ഗ്രൂപ്പ് അങ്ങനെ. അപ്പോൾ ഇതിൽ ഓരോരുത്തർക്കും ഓരോ സ്റ്റൈൽ ഉണ്ടാവും. ലൈക്ക് ആദ്യത്തെ 10 സെക്കൻഡ് ജനങ്ങളുടെ ഇന്റൻഷൻ നേടിയെടുക്കുക എന്നുള്ളതാണ്. നമുക്ക് നമ്മുടേതായ സ്റ്റൈലുണ്ട്. ചില ആളുകൾ എറിഞ്ഞു പൊട്ടിക്കുന്നവരെ വലിയ അലർച്ച ഇല്ലെന്ന് തോന്നുന്നു. പപ്പന് വലിയ അലർച്ച ഇല്ല, ശബ്ദത്തിന് ഭയങ്കര ഗാംഭീര്യമുള്ള ചെറിയ മമ്മൂട്ടികളെ ഉണ്ടല്ലേ. അല്ല, ഇവൻ നിലമ്പൂരുകാരനാ. ഇവന്റെ ഞങ്ങൾ എവിടെയെങ്കിലൊക്കെ പോകുമ്പോൾ ആളുകൾ പറയാറുണ്ട്, ഇപ്പൊ മുടി വെട്ടിയതുകൊണ്ടാണ് റഹ്മാൻ ഖാന്റെ ലുക്ക് ഉണ്ട്. സുഹൃത്തുകൂടിയാണ്, അറിയാം, പുള്ളിക്കാരൻ്റെ സുഹൃത്തുകൂടിയാണ്. അപ്പോൾ ഈ സാമൂഹ്യ പ്രവർത്തനം എന്ന് പറഞ്ഞല്ലോ, നമുക്ക് അതിലേക്ക് തിരിച്ചു വരാം. അപ്പം ഓൾറെഡി നിങ്ങൾ ഇൻഫ്ലുവൻസസ് മാർക്കറ്റിംഗ് ചെയ്യുന്നുണ്ട്. ഇത് ഡയറക്റ്റ് പിച്ചിങ് ആണോ? നിങ്ങൾക്ക് ഏജൻസി ഒക്കെ ഉണ്ടോ? നിങ്ങൾ ഏജൻസി വിളിച്ച് വർക്ക് ചെയ്യുന്നതാണോ, അല്ല നിങ്ങളുടെ ഇത് കണ്ടിട്ട് നിങ്ങളെ ക്ലയൻസ് വിളിക്കുന്നതാണ്? അത് പല രീതിയിൽ ഞങ്ങള് എനിക്ക് 85% അല്ലേ, 85% ഞങ്ങൾ ഡയറക്റ്റ് വിളിക്കുന്നത്. നിങ്ങൾ വിളിക്കും, ഞങ്ങളെ തേടിയിട്ടല്ലേ. ഏജൻസി ത്രൂ വളരെ കുറച്ച് ഇല്ല. എവരെ ഏജൻസിയിലും എവിടെയും നമ്മൾ എന്ത് ചെയ്തിട്ടില്ല. മലയാളീസ് തന്നെയാണ്, കസ്റ്റമേഴ്സ് ആണ്. അതെ അതെ അതെ. ഇതിൽ നിന്ന് പപ്പന്റെ ഇൻസ്റ്റാ പേജിൽ സോഷ്യൽ സർവീസ് ഇട്ടേക്കണേ. അതെ അതെ. അപ്പോൾ പുള്ളി അത് പറയാനുള്ള, ഞാൻ സോഷ്യൽ സർവീസ് ആണ്, അപ്പോൾ ആർക്കും നിങ്ങളെ മീഡിയ ഇട്ടേക്കണേ. അപ്പം സാമൂഹ്യ പ്രവർത്തനം ദുബായിൽ ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ ഇടയ്ക്കൊരു ചോദ്യം ചോദിച്ചോട്ടെ. നമ്മൾ ഈ ആളുകളുടെ ഫോട്ടോ വെച്ചിട്ടുള്ള പരിപാടികളുണ്ടല്ലോ, എങ്ങനെയാണ്? ചാരിറ്റി സോഷ്യൽ സർവീസ് രണ്ടാണ്. അപ്പൊ അത് പറയാം. ചാരിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ പണം പിരിക്കുന്നില്ല. ഞങ്ങൾ എപ്പോഴും ഒരാളോട് ഇപ്പൊ ഈ സോഷ്യൽ വർക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ പറഞ്ഞ മാതിരി കൊറോണ സമയത്ത് ഞങ്ങളെ പണമായിട്ട് പിരിക്കുക ഒന്നുമല്ല ചെയ്യുന്നത്. ഞങ്ങൾ എന്തായിരുന്നു അന്ന് ഒരുപാട് സ്ഥാപനങ്ങൾ, മുന്തൊരു കുറെ സംഘടനകളെ പേര് പറഞ്ഞു. ആ സംഘടനകൾ കൂടാതെ തന്നെ കുറെ സ്ഥാപനങ്ങളുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് വ്യക്തികൾ, നിസാർ ഭട്ട, എം വി സലാം പാപ്പിനിശ്ശേരി, ഇതുപോലത്തെ ഒരുപാട് പേരുണ്ട്. ഞങ്ങൾക്ക് മാതൃകയാക്കുന്നു. അതുപോലെ UAE-യിലുള്ള ഇതേമാതിരി ആഷിം തങ്ങള്, KP മുഹമ്മദ് പേരോട്, പിന്നെ ഈ പറഞ്ഞ മാതിരി നിസാർ ഭട്ട, ഇതുപോലെ കുറച്ച് ആളുകളുണ്ട് ഞങ്ങൾ മാതൃകയാക്കുന്ന സാമൂഹ്യ പ്രവർത്തകർ. അവരെ പോലെ ആവാനാണ് ശ്രമിക്കുന്നത്. അത് പണം കൊടുക്കുക, പണം വാങ്ങിക്കുക എന്നുള്ളതല്ല. നമ്മൾ ചിലപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഒരു ജോലിയില്ല, നിങ്ങൾ ജോലിക്ക് വന്നിട്ട് ജോലി ഇല്ലാതിരിക്കുകയാണെങ്കിൽ ഇവിടെ ഒരു കമ്പനിയിലുണ്ട്, ഞങ്ങൾ പറയുന്നു ചെയ്യണം. പിന്നെ ചില ഞങ്ങൾ വീഡിയോ ചെയ്യാൻ പോകുന്ന സ്ഥാപനങ്ങളോട് ഞങ്ങൾ പറയാറുണ്ട്, ചില ആളുകൾ കയ്യിൽ നിന്ന് ക്യാഷ് വാങ്ങിക്കൂല. ഞങ്ങൾ പറയാറുള്ളതാണ്, ഒരു കുട്ടി ഇവിടെ വന്ന് കുടുങ്ങി കിടക്കുന്നുണ്ട്, അയാളുടെ വിസ ഒന്ന് റിന്യൂ ചെയ്ത് കൊടുക്കും. ഞങ്ങളുടെ വീഡിയോ പ്രൊമോഷന് പോകുമ്പോൾ ഞങ്ങൾ വാങ്ങിക്കുന്ന ഒരു 50% ഞങ്ങൾ അങ്ങനെയാണ് റെമ്യൂണറേഷൻ.
ചിലപ്പോൾ വിസ റിന്യൂ ചെയ്യാനായിരിക്കും കൊടുക്കും. അല്ലെങ്കിൽ ഒരു 3 month അല്ല അതിന് കാരണം എന്താ വെച്ചാൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ജോലിയുണ്ട്. പണത്തോട് ആർത്തിയില്ലാന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ നന്നായിരിക്കും. അല്ല അതല്ല നല്ലത് പിന്നെ അത് പറയാൻ മാത്രമല്ല പഠിച്ച വിചാരിച്ച് ഞങ്ങള് ചെറിയൊരു സ്ഥാപനം കൂടി ഉണ്ട്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ, ഞങ്ങൾ രണ്ടുപേരില്ല, ഇസ്മായിൽ വടകര എന്ന് പറയുന്നത് ഞങ്ങൾ 3 പേരും കൂടെ ഒരു ചെറിയ കുഞ്ഞു മൊബൈൽ ഷോപ്പ് ഉണ്ട്, അത് ദേരയിൽ. അപ്പോൾ ഞങ്ങൾക്ക് ജീവിക്കാനുള്ളതൊക്കെ ദൈവത്തിൽ നിന്ന് കിട്ടി പടച്ചോൻ തരുന്നുണ്ട്. മറ്റുള്ളവർക്ക് കൊടുക്കാന്നുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, ഒന്നുമില്ലായ്മയിൽ നിന്ന് വന്നവരാണ്. ഇപ്പം എല്ലാവരും അവരുടെ സ്റ്റോറി പറയുമ്പോൾ ഡൗൺ ടു എർത്ത് പറയും. ഞങ്ങൾ സത്യം പറഞ്ഞാൽ, ഞാൻ എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു പുള്ളിത്തുണിയും 2 അച്ചാറും ബാഗുമായിട്ട് ദുബായിൽ കയറി വന്നവരാണ്. അതായത് 80s നിങ്ങൾ 80s ജനിച്ചിട്ടുള്ള എല്ലാവരും, ഞാൻ ഫേസ്ബുക്കിൽ 90 ആക്കിയേക്കും. 80s ജനിച്ചിട്ടുള്ള എല്ലാവരുടെ അവസ്ഥ മോലമേഞ്ഞ വീടും പട്ടിണി പ്രാരാബ്ദം തന്നെ. അത് നമുക്ക് മാത്രമൊന്നുമല്ല, നമ്മൾ അതിങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് നടക്കുക നമ്മൾ മാത്രമൊന്നല്ല. ആ 80s കാലഘട്ടത്തിൽ ജീവിച്ചിട്ടുള്ള 99% ആളുകൾ എന്താണ് പട്ടിണി പ്രാരാബ്ദം. നമ്മള് ചെറുപ്പത്തില് ഈ സ്കൂൾ അവധി സമയത്ത് കാരണവർ ഗൾഫിൽ കൊണ്ടുപോകും. അപ്പൊ ഒമാനിലെ സലാലയാ. അപ്പൊ ഈ ഗൾഫിൽ കൊണ്ടുപോകുന്ന പറഞ്ഞാൽ സലാലയില് അമ്മ നൈറ്റ് ഒക്കെ ഇട്ട് മുരിങ്ങയിലൊക്കെ പറിച്ചോണ്ടിരിക്കുക. അപ്പൊ ഞാൻ പറയും ഇതിലും ഭേദം ഫോട്ടോ വെച്ച് പോയാൽ മതിയായിരുന്നു. സലാല ആ സമയത്ത് വലിയ ബിൽഡിംഗ് ഒന്നും ഇല്ല, ആകെ ക്ലോക്ക് ടവർ മാത്രമേ ഉള്ളൂ. ഒമാനിയിൽ നിന്ന് ബസ്സിൽ പോകണം. അപ്പൊ ഞാൻ കണ്ട ഗൾഫ് ഗൾഫിലും ഞാനൊക്കെ ഒരു വെള്ളിയാഴ്ചയാണ് നമ്മൾ അന്നത്തെ കാലത്തൊക്കെ ലീവ് കിട്ടുക. ഈ വെള്ളിയാഴ്ച ഒരു പകുതി സമയം നമ്മൾ കിടന്നുറങ്ങും. ജുമാ കഴിഞ്ഞിട്ട് കിട്ടുന്ന 4 മണിക്കൂറുണ്ടല്ലോ, നമുക്ക് ഒരു മാസത്തിൽ നമ്മുടെ എല്ലാ സങ്കടങ്ങളും തീർക്കാൻ നടന്നിട്ടാണ് സോണാപൂരിൽ നിന്ന് ബർദുബായ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോവുക. എന്നിട്ട് കുറച്ച് കൂട്ടുകാർ അവിടെ നിന്ന് കാണുന്നു. അതാണ് അന്നത്തെ നമ്മളുടെ ലോകം. ഒരു പെപ്സി മേടിച്ചു കുടിക്കുന്ന, ആ പെപ്സിക്ക് കിട്ടുന്ന, അല്ലെങ്കിൽ നമ്മളൊരു പാനീയം കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ, ചിക്കൻ കടായിയൊക്കെ ശരിക്കും ആസ്വദിച്ച് കഴിച്ച കാലമുണ്ട്. കാരണം നമ്മുടെ ലൈഫ് അങ്ങനെയാണ്. നമ്മൾ എപ്പോഴും ഇല്ല, എപ്പോഴും കഴിക്കാനില്ല. ഞാൻ പറയും ഗ്രിൽ ചിക്കൻ ഒക്കെ സാലറി കിട്ടുമ്പോൾ മാത്രമേ. അതെ, സാലറി കിട്ടുന്ന ഒരു ഗ്രിൽ ചിക്കൻ. ഇപ്പോഴത്തെ ഈ ഒരു കാലഘട്ടത്തിൽ എല്ലാവർക്കും അത്യാവശ്യം നോർമലി നല്ല ശമ്പളം ഉള്ളവരാണ്. എക്സ്പെൻസ് ഉണ്ടെങ്കിൽ അന്നൊക്കെ 1000, ഞാൻ 650 ദിറംസിനാണ് ബേസിക് സാലറിയിൽ ഏകദേശം 3.5 കൊല്ലം പണിയെടുത്തത്. ആകെ 1200 രൂപ കിട്ടുക. ഇപ്പോഴും ആ സാലറി വർക്ക് ചെയ്യുന്ന മനുഷ്യന്മാരുണ്ട്, ഒരുപാട്, ആയിരക്കണക്കിന് പേരുണ്ട്. അവരെങ്ങനെ സർവൈവ് ചെയ്യുക ഈ നാട്ടില്? അവർ സർവൈവ് ചെയ്യല്ല, അവരതിൽ നമ്മളെക്കാൾ സന്തോഷത്തോടെ ജീവിക്കുന്നു എന്നുള്ളതാണ്. കാരണം അവർക്ക് ലിമിറ്റ് ഉണ്ട്, അവരെങ്ങനെ ജീവിക്കണം എന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ അവര് ഈ പറഞ്ഞ പോലെ മാസത്തിൽ ഒരിക്കലും ഗ്രില്ല് ചിക്കൻ തരുന്ന ആളുകൾ ഇപ്പോഴും ജീവിക്കുന്നുണ്ട്. നമ്മള് പല ആളുകളും കാണാം. ഇപ്പൊ നമ്മളെ സുഹൃത്തുക്കളെ 25,000 വാങ്ങിക്കുന്ന ആളുകൾക്ക് മാസാവസാനം ക്രെഡിറ്റ് കാർഡ് അടക്കം ക്യാഷ് ഇല്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ട്. ഈ കിട്ടുന്ന ക്യാഷിനൊരു വർക്കത്തിനൊരു സംഭവമുണ്ട്. എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, 1000 ദിറംസ് വാങ്ങിക്കുന്ന ആളുടെ കയ്യിൽ ചിലപ്പോൾ മാസാവസാനം ക്യാഷ് ബാലൻസ് ഉണ്ടാവും. അതാ കിട്ടുന്നൊരു ക്യാഷുള്ള വർക്കത്താണ്. അവരത് കണ്ടറിഞ്ഞ് ചിലവാക്കും. മറ്റുള്ളവർ ക്രെഡിറ്റ് കാർഡ് അത് ഇത് എന്നൊക്കെ പറഞ്ഞ് എങ്ങനെയാണെങ്കിലും എപ്പോഴും പറയുന്നത്, ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ലൈവ് ഇരിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അവരോടാണെങ്കിലും ഞാൻ പറയാറുണ്ട്, പണത്തിന് വേണ്ടിയിട്ട് ഇരുന്നിട്ട് കളിക്കരുത്. ഈ ടിക്ടോക്കിലുള്ള ഗെയിം പരിപാടി അല്ലേ? പണം എന്ന് പറഞ്ഞാൽ അതൊരു തെറ്റായ രീതിയാണ്. കാരണം എന്താണെന്നറിയോ, നമുക്ക് അത്യാവശ്യം ഫെയിമിലെത്തുമ്പോൾ നമ്മൾ ലൈവിലിരുന്ന് ഈ പാവപ്പെട്ട, ഞാൻ പറഞ്ഞ ഏതെങ്കിലും കുഗ്രാമത്തിലൊക്കെ ഇന്നും ജീവിക്കുന്ന ഒരുപാട് പ്രവാസി ഇതിങ്ങനെ ഇരുന്ന് കാണും. ഇവൻ ഇരുട്ടത്തിരുന്ന് ബാക്കിയുള്ളവരൊക്കെ ഉറങ്ങുമ്പോൾ ഇങ്ങനെ ഇരുന്ന് കാണുമായിരിക്കും. അപ്പോൾ ഇവൻ്റെ കാശാണ് എൻ്റെ ഫെയിം വെച്ച് ഞാൻ അടിച്ചു മാറ്റും. അതേ പറഞ്ഞത് അവസാനം ഒരു അതിലൊരു ഉന്മാദം ഉണ്ട്. കഴിഞ്ഞ മാസം ഒരു ഉമ്മ മെസ്സേജ് അയച്ചു, എന്റെ മോൻ അവിടെ ഗ്രോസറിയിൽ ജോലി ചെയ്യുന്നുണ്ട്, പിന്നെ എന്റെ മോക്ക് വീട്ടിലേക്ക് ക്യാഷ് അയച്ചിട്ടില്ല, അവന്റെ മുതലാളി ക്യാഷ് കൊടുക്കുന്നില്ല തോന്നുന്നു, ഒന്ന് ദയവ് ചെയ്ത് അന്വേഷിക്കുമോ, ആകെ ബുദ്ധിമുട്ടിയിട്ട് അവന്റെ പെങ്ങളെ കല്യാണം ഉണ്ട്, അങ്ങനെ എങ്ങനെയൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് അയക്കാം. അങ്ങനെ ഞങ്ങൾ ആ ഗ്രോസറി പോയിട്ട് അയാളോട് ചോദിക്കുകയാണ്, ഈ മോന്റെ ഉമ്മ മെസ്സേജ് അയക്കുന്നുണ്ട്. കാരണം ഞങ്ങളെ ഈ ഇൻസ്റ്റയിലൊക്കെ ഒരുപാട് ഉമ്മമാരും കാര്യങ്ങളൊക്കെ ഞങ്ങളെ ഈ വീഡിയോസ് കണ്ടിട്ട് മെസ്സേജ് അയക്കാറൊക്കെ ഉണ്ട്. അങ്ങനെ ഉമ്മ ഷോപ്പിൽ വന്ന് ചോദിച്ചപ്പോൾ അയാൾ പറയാം, 1 മാസം പോലും ഞങ്ങൾ എന്ത് ചെയ്തിട്ടില്ല, സാലറി കൊടുക്കിയിട്ടില്ല. പക്ഷെ ഈ ചെക്കൻ വരുന്നത്, ജോലിക്ക് വരുന്നത് ലേറ്റ് ആയിട്ടാണ്. ഇവന് ടിക്ടോക്കിൽ അവന്റെ ID വേറെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് വലിയ സിംഹത്തിന്റെ തലയ്ക്ക് വെച്ചിട്ട് വലിയ സംഭവമാണ്. ഇവൻ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ റീചാർജ് ചെയ്യാണ്. ഇതിന് കാർഡ് എടുത്ത് റീചാർജ് ചെയ്തിട്ട് ഈ ലൈവിൽ പോയിട്ട് സിംഹത്തിന് മറ്റുള്ളതിലേക്ക് എറിഞ്ഞു കൊടുത്തിട്ട് എന്ത് ചെയ്യാണ്, ഈ പാവം വീട്ടിലേക്ക് ക്യാഷ് അയക്കണില്ല. എന്നിട്ട് ഇയാൾ പറയും, ഞാൻ സാലറി കൊടുക്കുന്നുണ്ട്, ഇവൻ വൈകിട്ടാണ് വരുന്നത് ഷോപ്പിലേക്ക്, ഞാൻ ഇവനെ വഴക്ക് പറയുന്നുണ്ട്, ഇവന്റെ വീട്ടിലേക്ക് ക്യാഷ് അയക്കാതിരിക്കാൻ ഈ ഒരു ടിക്ടോക്കിൽ ഗെയിം നിലക്ക് പിടിച്ചിട്ട് ക്യാഷ് ഇട്ട് കൊടുക്കണം എന്ന് പറയുന്നത്. അല്ല, ഇവിടുത്തെ ഒരുപാട് വലിയ ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അല്ല, ഒരു സമയത്ത് വലിയ ആർജി ആയിരുന്ന ഒരാളൊക്കെ ഭയങ്കര കളിക്കുന്നുണ്ട്. എന്ത് സംഗതിയിലെന്നോ, ഇപ്പോൾ നമ്മൾ സമ്പാദിക്കുന്ന പണം, ഇപ്പോൾ നമ്മൾ കാസ്റ്റ് വെച്ച് പറയണ ഹറാമാണോ ഹലാലാണോ എന്നുള്ള രീതിയിൽ നമ്മളൊരു ബേസിക്കലി ഇപ്പം നേരത്തെ നിങ്ങൾ ചോദിച്ചു പണത്തോട് അത്ര ആർത്തിയില്ല.
നമ്മൾ സത്യം പറഞ്ഞാൽ നമ്മുടെ കുടുംബത്തിന് ജീവിക്കാൻ നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ ഹലാലായ പണം കൊടുത്താൽ മതി. അതാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അല്ലെങ്കിൽ നമ്മളെ മാതാപിതാക്കൾ നമ്മളെ പഠിപ്പിച്ചില്ലേ, അതുകൊണ്ട് തന്നെ പടച്ചോൻ നമുക്കൊക്കെ അത് തരും എന്നാണ് നമ്മുടെ വിശ്വാസം. എന്ന് വിചാരിച്ച് നമ്മൾ വലിയ പണക്കാരൊന്നുമല്ല. ഇന്നും രണ്ടറ്റം കൂട്ടി മുട്ടിക്കാൻ ഞങ്ങൾ നമുക്കും വീട് ലോണുണ്ട്, കാർ ലോണുണ്ട്, മറ്റുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്, ഇതെല്ലാം ഉണ്ട്. പക്ഷെ അത് കരുതിയിട്ട് നമ്മൾ ഇങ്ങനെയുള്ള അല്ല ഇപ്പോഴും ഈ നാട്ടിൽ വഞ്ചിക്കപ്പെടുന്ന മനുഷ്യന്മാരുണ്ടോ? വഞ്ചിക്കപ്പെടുന്നത് ഓൺലൈൻ തട്ടിപ്പുകൾ ഇഷ്ടംപോലെ നടക്കുന്നുണ്ട്. ഓൺലൈൻ തട്ടിപ്പല്ല, അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ നല്ല സൗഹൃദം. ഞാൻ എപ്പോഴും നമ്മൾ പറയുന്നൊരു കാര്യമുണ്ട്, ഈ ടിക്ടോക്കിലൂടെ മറ്റുള്ളവരെയും കൊണ്ടുകൊണ്ട് ഒരാളെ നിങ്ങൾ ബേസ് അറിയാതെ ഒരാളോട് ക്യാഷ് ഇടപാട് നടത്തരുത്. അതായത് ഇപ്പൊ ഒരുപാട് പരാതികൾ ഞങ്ങൾക്ക് വരാറുണ്ട്. ഇതേപോലെ ഇവിടെ നമ്മൾ ഈ സ്റ്റുഡിയോ നിൽക്കുന്ന സ്ഥലം ഉണ്ടല്ല, ഇവിടെ ഒരു മെസ്സേജ് അയച്ചിട്ട് പറയാണ്, ഒരു സ്ത്രീയാണ് പരിചയപ്പെട്ടിട്ട് പറഞ്ഞു നമുക്ക് ഫ്ലാറ്റിന്റെ ബിസിനസ് തുടങ്ങാന്ന് പറഞ്ഞ് ക്യാഷ് വാങ്ങിച്ചു. എന്നിട്ട് എന്ത് ചെയ്ത് അയാളും വേറെ ആളും കൂടി ഫ്ലാറ്റൊക്കെ അവരുടെ പേരിലെടുത്തിട്ട് ഇയാളെ ക്യാഷ് പോയിട്ട് ഇയാൾ ഇരിക്കുകയാണ്, എന്നെ വഞ്ചിച്ചു എന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങളുടെ ഒരു സുഹൃത്തിന് ഈ പറഞ്ഞ മാതിരി 200,000 ആണ് ഈ പറഞ്ഞ മാതിരി സപ്പോർട്ട് ചെയ്തിട്ട് ഇപ്പോഴും അവരെന്താ ചെയ്തിട്ടുള്ളത്, വലിയൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യാണ് ബാങ്കിൽ. അവരെ എന്ത് ചെയ്ത് ലോൺ എടുത്തിട്ടാണ് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇപ്പൊ ആ ബാങ്കിലെ ജോലി വരെ പോയിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ. അല്ല അങ്ങനെ ഇപ്പൊ അതുപോലെ തന്നെയാണ് ഇതിലെ പല സൗഹൃദങ്ങളും. ഇപ്പൊ നമ്മൾ ഈ വീഡിയോയിൽ കാണുമ്പോൾ പെൺപിള്ളേരും ആൺപിള്ളേരൊക്കെ ഭയങ്കര ഗ്ലാമറും ഇത് ഫിൽറ്ററാണെന്ന് അല്ലെങ്കിൽ ഇത് ഫിൽറ്റർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാണെന്നൊക്കെ അറിയുന്നത് ഇവരൊരിക്കൽ നേരിട്ട് കാണുമ്പോഴാണ്. മുന്തിരി ഫിൽറ്റർ ഇടാറുണ്ടോ? നമുക്ക് അതിൻ്റെ ആവശ്യം പടച്ചോൻ വിചാരിച്ച് ഞാൻ പറയാറുണ്ട്, എന്തിനാണ് നമുക്ക് പടച്ചോൻ തന്നൊരു ഭംഗിയുണ്ട്, എല്ലാവർക്കും ഭംഗിയുണ്ട്. നിങ്ങൾക്കുണ്ട്, പപ്പനുണ്ട്, ഈ കാണുന്ന പ്രേക്ഷകരെല്ലാവരും അവനവനാണ് അവനവൻ്റെ. പപ്പ നേരത്തെ പറഞ്ഞാൽ ഭംഗി എന്ന് പറഞ്ഞത് സമൂഹത്തോട് കാണിക്കുന്ന കടപ്പാട് നന്മകൾ തന്നെയാണ്. തീർച്ചയായിട്ടും. വെറുതെ ഫിൽറ്റർ ഇട്ട് ആളുകളെ പറ്റിച്ച് അവസാനം പിന്നെ ഈ എക്സ്ട്രാ റിലേഷൻഷിപ്പൊക്കെ ഉണ്ടാക്കി അങ്ങനെ ആ വഴിക്ക് പൈസ കളയുന്ന ഒരുപാട് പേരുണ്ട്, പ്രത്യേകിച്ച് ദുബായിൽ. കാരണം നമ്മളെ കാത്തിരിക്കുന്നൊരു കുടുംബം നാട്ടിലുണ്ട്. എല്ലാവരും ഭയങ്കര പെർഫെക്റ്റാണ് എന്നുള്ളതല്ല, പക്ഷെ നമ്മൾ ഉള്ളത് സമ്പാദിച്ചാൽ മതി. എന്തിനാണ് വെറുതെ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നത് എന്നുള്ളതാണ്. ഇത്രയും സാമൂഹ്യ പ്രവർത്തനം നിങ്ങൾ ചെയ്യുന്നുണ്ട്, എന്നിട്ട് നിങ്ങളുടെ കമന്റ് ബോക്സിൽ വന്ന് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്ന മനുഷ്യന്മാരുണ്ടല്ലോ. അതിന് കാരണം മൂന്നുണ്ട്. ഇപ്പൊ എന്റെ മൊബൈൽ എടുത്തിട്ട് വാട്സപ്പ് നോക്കിക്കഴിഞ്ഞാൽ ഒരു 2000 മെസ്സേജ് അത് റീഡ് ചെയ്യാനുണ്ടോ? അതൊരു കുറെ റീഡ് ചെയ്യുന്നുണ്ട്. കാരണം നമ്മുടെ ഗ്രൂപ്പുകളിൽ അവിടെ ഇവിടെയൊക്കെ നമ്പർ പോയിട്ടുണ്ട്. ഇപ്പൊ ഒരു 1000 പേര് മെസ്സേജ് അയക്കണം, ഒരു ജോബ് ചോദിച്ചിട്ട് ചിലപ്പോൾ 1000 പേര്. നമ്മൾ ചിലപ്പോൾ നമ്മളെ സുഹൃത്തുക്കളെ അങ്ങനെ വല്ലാതെ പറയുമ്പോൾ CV എല്ലാം വാങ്ങിക്കും, നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ടോ, എല്ലാം ചെയ്യുന്നുണ്ടാവും. നമ്മൾ ചിലപ്പോൾ ഒരു 1000 CV എങ്കിലും എൻ്റെ മൊബൈലിൽ കിടക്കും. നമുക്ക് അതിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്നത് ഒരു മാസത്തിൽ ചിലപ്പോൾ ഒരു 10 എണ്ണം അല്ലെങ്കിൽ ഒരു 5 എണ്ണം ഞങ്ങൾ ചെയ്യാൻ പറ്റുന്നുള്ളൂ. നിങ്ങൾക്ക് അതിൽ എടുത്തു പറയേണ്ടത്, ഞങ്ങൾ കൊറോണ കഴിഞ്ഞ സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ ടീമില്ലേ, ഈ ടീമിലെ 14 പേർക്കും 14 ഉത്തരവാദിത്തങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൻ പിന്നെ സാമൂഹികപരമായ കാര്യങ്ങൾ മാത്രം സംസാരിച്ചുകൊണ്ടാണ് അന്ന് ടീമിൽ നിലനിന്നത്. എൻ്റെ ഉത്തരവാദിത്വം എന്ന് വെച്ചാൽ അന്ന് ഈ കൊറോണയ്ക്ക് ശേഷം ശരിക്കൊരു ദുബായ് തിരിച്ചു വരവിലേക്ക് പോയ കാലഘട്ടമാണ്. ഒരുപാട് സ്ഥാപനങ്ങൾ പൂട്ടി, പിന്നീട് ഒരുപാട് സ്ഥാപനങ്ങൾ വരികയാണ്. അപ്പോൾ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാകും. എനിക്ക് തോന്നുന്നു 2 മാസം കൊണ്ട് 1000-ൽ പരം ആളുകൾക്ക് ജോലി മേടിച്ചു കൊടുക്കാൻ നമ്മുടെ വീഡിയോസ് കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട് അന്നത്തെ സമയത്ത്. അപ്പോൾ ഈ സാധനത്തെ അങ്ങനെയും ഉപയോഗിക്കാം. ചില ആളുകൾക്ക് ഞങ്ങളുടെ ഈ ട്രാൻസ്പോർട്ടേഷൻ, അതേമാതിരി എമിഗ്രേഷൻ, ലീഗലായിട്ടുള്ള കാര്യങ്ങൾക്ക് ഒരാൾ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഒരാൾക്ക് ഇതേപോലെ സഹായങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഓരോരുത്തർക്ക് ഞങ്ങൾ ആ ഗ്രൂപ്പ് വളരെ ആക്റ്റീവായിരുന്നു. നല്ല കാര്യം. ബേസിക്കലി ഇവർ ഗോൾഡൻ മിസ്സിംഗ് കൊണ്ട് ചെയ്തല്ല കേട്ടോ, ഇവർ പറയുന്നത് അങ്ങനെ ചെയ്യുന്നതല്ല. ഇവിടെ അങ്ങനെ ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട്, ഒരു പടം വരാൻ വേണ്ടി. അപ്പോൾ അതിൽ ഉൾപ്പെടുത്തപ്പെടേണ്ട ആളുകളല്ല ഇവർ. ബാഡ് കമന്റ് വരാനുള്ള. അപ്പൊ ഈ 1000 പേര് മെസ്സേജ് അയച്ചാൽ ചിലപ്പോൾ നമുക്ക് 10-5 പേരെ നമുക്ക് സോർട്ട് ചെയ്യാൻ കഴിയുള്ളൂ, സോർട്ട് ഔട്ട് ചെയ്യാൻ കഴിയുള്ളൂ. ബാക്കി അത്രയും പേര് പറയുന്നത് എന്താ, അവൻ അഹങ്കാരിയാണ്, അവന് ചെയ്തു കൊടുത്തിട്ട് കാര്യമില്ല, ഇല്ലേ? ഇതൊന്നും ചെയ്യാതെ ഞാൻ ഇങ്ങനെ ഇരിക്കുകയാണ്. ഞങ്ങൾ രണ്ടാളും ഇരുന്നിട്ട് ഇങ്ങനെ ലൈവിലേക്ക് കളിച്ചിട്ട് ഫുൾ എന്റർടൈൻമെന്റ് ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം എന്ത് ചെയ്യാണ്, നമ്മൾ നല്ല കുട്ടിയായിരിക്കും, ഒരു നമ്പറും കൊടുക്കുന്നില്ല, ഒന്നും കൊടുക്കുന്നില്ല, ഒന്നും ചെയ്യാതിരുന്നോ നിങ്ങൾക്ക് നല്ല പിള്ളയായിരിക്കും. അല്ല, കാരണം ഇത്തവണ ഈ വെള്ളപ്പൊക്കത്തിന് മുന്തിർ ഈ ഭാഗത്തൊക്കെ വന്നു, ഷാർജ, അബുഷാറ ഭാഗത്തൊക്കെ ഒരുപാട് വന്നു. അപ്പൊ പുള്ളി ഇത് മുന്തിർ കുറെ പേര് വന്നു. അപ്പൊ അതില് മുന്തിറിന്റെ പേജിലൂടെയും പലരുടെ പേജിലൂടെയും മുന്തിർ ഭയങ്കര ബഹളമായിട്ട് എല്ലാവരോടും ചോദിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഇടയിൽ നിനക്ക് എന്തിന്റെ സൂക്കേടാടാ നിന്റെ ഷോ? അപ്പൊ ഇദ്ദേഹം അത് കഴിഞ്ഞിട്ട് സങ്കടപ്പെട്ടുകൊണ്ട് പറയുന്നുണ്ട്, ഈ മനുഷ്യന്മാര് കഴിക്കാൻ അതിലാ സ്ത്രീകൾ ഇറങ്ങി പാഡ് മാറാൻ പറ്റാത്തത്. പല മോൾസും കേട്ടോ, ഇവിടുത്തെ പല വലിയ മോൾസും ഹൈപ്പർ മാർക്കറ്റും ഒക്കെ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ ബേസിക്കലി അതിന്റെ ഇടയിൽ വന്നിട്ട് കമന്റ് ചെയ്യാണ് നിനക്ക് എന്തിന്റെ സൂക്കേടാണെന്ന്. അപ്പൊ അവനെവിടെ സേഫ് ആയിട്ട് ഇരിക്കുകയായിരിക്കും. എനിക്ക് പടച്ചവനോട്
ശുക്ർ പറയണം. കാരണം 75 ഇയേഴ്സായിട്ട് UAE ഇന്നുവരെ കാണാത്ത രീതിയിൽ പെട്ടെന്നൊരു മഴ പെയ്യാം. ഞാൻ ശരിക്ക് ഫസ്റ്റ് ദിവസം മഴ പെയ്തിട്ട് എൻ്റെ പിള്ളേരെ കൂട്ടിയിട്ട് വെള്ളത്തിലിറങ്ങിയിട്ട് എല്ലാവരും അത് വെള്ളത്തിലിറങ്ങിയിട്ട് ഞാൻ കളിക്കുന്നൊരു വീഡിയോ ഇട്ട് അതിൻ്റെ താഴെ ഒരുപാട് കമൻറ്റ് വന്നു. ഇവൻ എന്നെ വിളിച്ചിട്ടുണ്ട് എന്ത് കളി കളിക്കുന്നു. ഞാൻ ആ വീഡിയോ ഒഴിവാക്കി. പിറ്റേ ദിവസം ഞങ്ങളുടെ കൂട്ടത്തിൽ ഈ നാട്ടിൽ നിങ്ങൾ നേരത്തെ പറഞ്ഞ സോഷ്യൽ മീഡിയയിൽ UAE ബാക്കിയുള്ള രാജ്യത്തിൻ്റെ കഥ എനിക്കറിയില്ല, എസ്പെഷ്യലി ദുബായ്ക്കാർക്ക് ഒരു പ്രത്യേകിച്ചൊരു എന്താ പറയുക ഭയങ്കര ഇഷ്ടമുണ്ട്. എല്ലാവരും പരസ്പരം തമ്മിൽ പാര പണിയുമില്ല. വീഡിയോ ചെയ്യുന്ന ഏകദേശം 300ഓളം ആളുകളുണ്ട്. അതിൽ തന്നെ 120ഓളം ആളുകൾ പിന്നെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. നമുക്ക് ഭയങ്കര സപ്പോർട്ടാണെന്ന് തിരിച്ചറിഞ്ഞ പല സമയങ്ങളുണ്ട്. അന്ന് ഈ മഴ പെയ്തുകൊണ്ടിരിക്കുന്ന ഫസ്റ്റ് ഡേ ഉച്ചയ്ക്ക് ശേഷം, രാത്രിയാണ് മഴ പെയ്യുന്നത്, ഉച്ചയ്ക്ക് ശേഷം ഷെഫീൽ കണ്ണൂർ, ഷാഹിദ് മാണിക്കോത്ത്, മാസ്റ്റർ പീസ് എന്ന് പറഞ്ഞൊരു പയ്യനുണ്ട്, അതുപോലെ തന്നെ നൗഫൽ, പിന്നെ നമ്മുടെ ബെല്ലോ ബഷീർക്ക, പുള്ളിയൊക്കെ ഇവിടെ നല്ല സെറ്റപ്പിൽ ജീവിക്കുന്ന ആളാണ്. ഇവർ മഴ കാണാൻ ഇറങ്ങിയതാണ് ശരിക്ക്. അല്ലാതെ എത്തുമ്പോഴാണ് അവസ്ഥ അറിയുന്നത്. സ്പോട്ടിൽ നമുക്ക് കോള് വരികയാണ്, എടാ നിങ്ങളെവിടെയുള്ളത്? ഇവർ വലിയ വണ്ടി എടുത്തിട്ടാണ് പോയിട്ടില്ല, റാപ്റ്റർ എടുത്തിട്ട്. ഞങ്ങൾ അന്ന് അബുദാബിയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞ ഇന്ന സ്ഥലത്തുണ്ട്, എൻ്റെ കയ്യിൽ ഫോർഡ് എക്സ്പ്ലോററാണ്, അത്യാവശ്യം ഉയരമുള്ള വണ്ടി, ഇങ്ങനെ അവസ്ഥ, നിങ്ങളൊന്ന് പെട്ടെന്ന് വന്നു. ഞാൻ വെള്ളത്തിലോട്ട് വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ ഇവനോട് ചോദിക്കുന്നുണ്ട് ഇത് നിൽക്കൂലായിരുന്നു. ഞാൻ പറഞ്ഞ എൻ്റെ വണ്ടിയാണ്, ഇത്രയും കാലം നിന്നിട്ടില്ല, നമുക്ക് ധൈര്യമായിട്ട് പോവാം. ടോട്ടൽ ലോസ് ആയി. സത്യം പറഞ്ഞാൽ അന്നത്തെ മഴയിൽ ഞങ്ങൾ വണ്ടിയായിട്ട് ഫസ്റ്റ് ദിവസം ഇറങ്ങാം. ഇന്ന് ഞാൻ വണ്ടിയില്ല കയ്യിൽ, കാരണം ടോട്ടൽ ലോസ് ആയിട്ട് അതിൻ്റെ പേയ്മെൻറ്റ് കാത്തിരിക്കുക. കാരണം നമ്മൾ 5-6 വർഷം ഉപയോഗിച്ച ഒരുപാട് ആളുകളുണ്ട്. ഒന്ന് പേര് പറയുകയാണെങ്കിൽ ലിസ്റ്റ് ഒരുപാടുണ്ട്. ഒരുപാട് സ്ഥാപനങ്ങൾ, അതേപോലെ ഇപ്പോൾ ഫസ്റ്റ് ഒന്ന് നിയാസ് എന്ന് പറഞ്ഞിട്ടുള്ള അതേമാതിരി ഷമീർ മജ്ലിസ്, നമ്മളെ സുഹൃത്തുക്കളൊക്കെ ഒരു വണ്ടി ഇറങ്ങി ദുരുപയോഗം ചെയ്തിട്ടുണ്ടോ? അല്ലല്ല, ഇത് ഫസ്റ്റ് ഡേ ഞങ്ങൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് നമ്മളെ കയ്യിലുള്ള സാധനം അപ്പം മേടിച്ച സാധനങ്ങൾ കൊണ്ടു കൊടുത്തു. ഈ സോഷ്യൽ മീഡിയയിൽ നമ്മൾ അന്ന് തന്നെ വീഡിയോ പോസ്റ്റ് ചെയ്തു. എവിടെയൊക്കെ പ്രശ്നങ്ങളുള്ളത് പറഞ്ഞോളൂ, ഞങ്ങളെ കൊണ്ട് പറ്റുന്ന ഹെൽപ്പുകൾ ഞങ്ങൾ ചെയ്യാം. ജനങ്ങളോട് പറഞ്ഞു ഞങ്ങൾ നിങ്ങൾക്ക് നമ്മളെ സഹായിക്കാൻ പറ്റുന്ന നൗഫൽ ബ്രോയുടെ ജിമ്മ് ഷാർജയിൽ പുള്ളി നമുക്ക് ഫ്രീ ആയിട്ട് തന്നു. ഇവിടെ നമ്മൾ കളക്ഷൻ പോയിന്റ് വെക്കുകയാണ്. നിങ്ങൾക്ക് പറ്റുന്ന സാധനങ്ങൾ, കാശല്ല, സാധനങ്ങൾ കൊണ്ടുവരാം. ഇനി നമ്മളിത് കൊണ്ടുകൊടുക്കുന്നത്, ഇത് കിട്ടുന്ന ആളുകൾ ഇവർ പണക്കാരല്ലാത്തതുകൊണ്ടാണോ? അല്ല, ഇവരിൽ പണം എല്ലാം ഉണ്ട്. സ്വന്തം ബിൽഡിങ്ങിൻ്റെ താഴേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല, ബിൽഡിങ്ങിൻ്റെ ലിഫ്റ്റ് വരെ മുങ്ങിക്കിടക്കുന്ന അവസ്ഥ. ഇത് പറഞ്ഞാൽ മനസ്സിലാവാത്തവരാണ് നിങ്ങൾ നേരത്തെ പറഞ്ഞ താഴത്തെ എഴുതിയതൊക്കെ. അവരെ നമ്മളെ മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല. കാരണം എന്താണെന്നറിയോ, നിങ്ങൾ ഈ പറയുന്ന സമയത്ത് ഇവിടെയുള്ള നേരത്തെ പറഞ്ഞ പ്രാഞ്ചേട്ടന്മാരും മീഡിയക്കാരും എല്ലാവരും ഇവിടെ UAE അന്നും അപ്പയുണ്ട്. അത് നമുക്ക് മാത്രമല്ല, നിങ്ങൾ ഇറങ്ങുന്നു. പിന്നെ എടുത്തു പറയേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ കൂട്ടത്തിൽ കുറേ സ്ത്രീകളുണ്ടായിരുന്നു, വീഡിയോ ചെയ്യുന്ന പിള്ളേരാണ്. ഇവരാണ് വന്നിട്ട് ഈ കളക്ഷൻ പോയിന്റ് ഇരുന്നിട്ട് രാവും പകലും ഈ സാധനങ്ങൾ, ഒരു ഏകദേശം ഒരു 10-30ഓളം പെൺകുട്ടികൾ അല്ലേ, ഫുള്ള് സാധനങ്ങൾ പാക്ക് ചെയ്ത് വെച്ചാൽ ഒരു വീട്ടിലേക്ക് കൊടുക്കാനുള്ള കിറ്റാക്കിയിട്ട് 5 ദിവസം 6 ദിവസം ഒരു മനുഷ്യൻ ആ കൂട്ടത്തിൽ ഉറങ്ങിയിട്ടില്ല. പിന്നെ എടുത്തു പറയാൻ, നമ്മളിൽ എല്ലാവരെയും സാധാരണക്കാരാണ്, എല്ലാവരും ചെറിയ ചെറിയ വാഹനങ്ങൾ ഉപയോഗിക്കുന്നവരാണ്. നമ്മളന്ന് ഫസ്റ്റ് ഇട്ട വീഡിയോ, നിങ്ങളുടെ കയ്യിൽ വലിയ വാഹനങ്ങളുള്ളവരുണ്ടെങ്കിൽ ഞങ്ങളെ ഒന്ന് അറിയിക്കണമെന്ന്. തൊട്ടടുത്ത ദിവസം 14 വണ്ടിയോ എന്തായിരുന്നു റോഡ് കിങ്സ് എന്ന് പറഞ്ഞിട്ട് അവരുണ്ടായിരുന്നു. പിന്നെ ഒരുപാട് സുഹൃത്തുക്കൾ ഇവര് വലിയ വണ്ടി എടുത്തു. ഞങ്ങൾ എന്താ ചെയ്തത്, ഷെഡ്യൂൾ ഇട്ടു. ഡെയിലി നേരം വെളുക്കുമ്പോൾ ഷാർജയുടെ ഈ പ്രശ്നമുള്ള 9 ഏരിയയാണ്, അതിനൊന്ന് ഡിവൈഡ് ചെയ്തു. 9 ആളുകളെ ക്യാപ്റ്റന്മാരെ വെച്ചു. എന്നിട്ട് രാവിലെ തൊട്ട് 5 വണ്ടി തൊട്ട് എല്ലായിടത്തും സപ്ലൈ ചെയ്യും. നമ്മൾ ജനങ്ങൾക്ക് നമ്മുടെ നമ്പർ കൊടുത്തു. ഇത് ബാഡ് കമൻ്റ് ചെയ്തെന്നവൻ ഒരിക്കലും പോലും കണ്ടിട്ടുണ്ടാവില്ല. ഞാൻ കണ്ട സത്യം പറയാം, 10ാമത്തെ ബിൽഡിങ്ങിൻ്റെ താഴെ നിന്ന് കിടന്നുറങ്ങുമ്പോൾ നമ്മൾ നാളെ മഴ പെയ്യുന്നൊന്നും ഓർമ്മയൊന്നുമില്ല. സ്വന്തം പിന്നെ ഈ ബ്ലാങ്കറ്റും സാരിയൊക്കെ കെട്ടിയിട്ട് താഴേക്ക് ബക്കറ്റിൽ ഇങ്ങനെ ഇറക്കുകയാണ്. എന്നിട്ട് നമ്മൾ കൊടുക്കുന്ന സാധനങ്ങൾ ഇവരിങ്ങനെ വലിച്ചു കയറ്റുകയാണ്. ജനങ്ങൾക്ക് അങ്ങനെയും ജീവിക്കാമെന്ന് ശരിക്ക് നമ്മുടെ നാട്ടിൽ 2 പ്രാവശ്യം മഴ പെയ്ത്, ആ 2 സമയത്ത് നമ്മുടെ നാട്ടിലുണ്ട്. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഒരുപാട് പ്രശ്നമുണ്ടാകും. ആ ഒരു എക്സ്പീരിയൻസ് നമുക്കുണ്ടായിരുന്നു ഇതിലേക്ക് ഇറങ്ങുമ്പോൾ. ഇത് ഞങ്ങൾ 2 പേരല്ല, ഒരുപാട് പേരുണ്ട്. ഒരുപാട് മനുഷ്യന്മാർ അവർക്ക് വേണ്ടി അവർ സംസാരിക്കുന്നു. ഖലീജ് ടൈംസ് എന്ന് പറഞ്ഞ ഇവിടുത്തെ നാഷണൽ പത്രത്തിൽ ഒരു ഫോട്ടോ വന്നു. അവർ വന്നെടുത്തു. അവർ നമ്മളോട് ഇങ്ങനെ ബൈറ്റ് ചോദിച്ചു. ഫോട്ടോ വന്നപ്പോൾ അതിൽ മുന്തിര കൽപ്പകൻ ചെയ്യാൻ ടീം ലീഡ് എന്ന് പറഞ്ഞത്. ഞാൻ അന്ന് തന്നെ ഖലീജ് ടൈംസിൻ്റെ അവരെ ഒരു പരിചയം എനിക്കില്ല. സാർ അത് ഞാൻ ചെയ്തതല്ല,
എൻ്റെ പിന്നിൽ ഒരു വൺ ടീമുണ്ട്. ഇനി ഇത് ഞങ്ങൾ മാത്രമല്ല കേട്ടോ, മീക്കായ എന്ന് പറയുന്ന കേരളത്തിലൊരു സംഘടന ചെയ്തു, KMCC നല്ല രീതിയിൽ എല്ലായിടത്തും, ICF ചെയ്തിട്ടുണ്ട്, ICF, അതുപോലെ ഒരുപാട് അലൂമിനി സംഘടനകളുണ്ട്, അലൂമിനി സംഘടനകൾ, ഇടതുപക്ഷത്തിന്റെ ഒരു 4ഓളം സംഘടനകൾ, ഓർമ്മയെ പോലെ ഒരുപാട് ആളുകൾ, ആസ്ട്രോ ഗ്രൂപ്പ് അവരുടെ രീതിയിൽ ചെയ്തിട്ടുണ്ട്. എല്ലാ ഇത് മലയാളികൾക്കല്ല കൊണ്ടുകൊടുത്ത്, നമ്മൾ മനുഷ്യരെന്ന് തോന്നുന്ന എല്ലാവരിലേക്ക് എത്തിക്കാൻ അതിന് സോഷ്യൽ മീഡിയ ഒരു കാരണമായി. കാരണം നമുക്ക് ആ ഒരു പവർ ഉള്ളതുകൊണ്ടാണ്, നമുക്ക് ആ ഒരു ഫെയിം ഉള്ളതുകൊണ്ടാണ്, ഈ ഒരു ക്യാമറ തൂക്കാൻ പറ്റിയതുകൊണ്ടാണ് ഇത്രയും ആളുകളിലേക്ക് നമ്മളെന്താ ചെയ്തെന്ന് വെച്ചാൽ ലൈവ് ഇട്ടിട്ട് കൊടുക്കുന്ന ജനങ്ങൾ ഒരാളെ പോലും ഒരു ഫോട്ടോയിൽ പോലും ഉൾപ്പെടുത്തിയില്ല. നമ്മൾ ഇങ്ങനെ പോകുന്ന ഭാഗത്ത് ഇന്ന ഏരിയയിലേക്ക് ഇന്ന വാഹനം വരുന്നുണ്ടെന്ന് ലൈവിൽ ആളുകൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാം, ഇത്രയും വെള്ളം ഉണ്ടായിരുന്നു ഒരു സമയത്തൊക്കെ, ഭയങ്കര പിന്നെ എന്താ പറയുക, പിന്നെ ആദ്യമൊക്കെ നമുക്ക് ഭയങ്കര പേടിയായിരുന്നു എങ്ങനെ വെള്ളത്തിൽ, പിന്നെ പിള്ളേരൊക്കെ അതിനൊക്കെ കറക്റ്റായി. അപ്പോൾ ഇതിനു മുമ്പ് ഇവിടെയുള്ള വെള്ളപ്പൊക്കങ്ങൾ മുന്തിർ കണ്ടിട്ടുണ്ട്? കാരണം മുന്തിർ വന്ന സമയത്ത് മറ്റേ മുട്ടപ്പം വെള്ളത്തിലാണല്ലോ കയറി പോയത്. 2005 എൻ്റെ ഓർമ്മയിൽ 2005 ജോർജ് W. ബുഷ് UAE സന്ദർശിക്കുന്ന സമയം, എനിക്കറിയില്ല പുള്ളിക്കാരനോടുള്ള പകയാണോന്നൊന്നും അറിയില്ല, അമ്മാതിരി മഴയായിരുന്നു ശരിക്കും. ഷെയ്ഖ് സാഗറോട് മുങ്ങിയ ആ ഒരു സമയം, പക്ഷെ വെള്ളപ്പൊക്കം ഉണ്ടായിട്ടില്ല, ജനങ്ങൾ എത്രത്തോളം ബുദ്ധിമുട്ടുന്നൊരവസ്ഥയിലേക്കൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇതൊരു വല്ലാത്തൊരു അവസ്ഥയാണ്. ഇതിലൂടെ നമ്മൾ പഠിച്ചൊരു പാഠമുണ്ട്, ഇതല്ല ഇനി എന്തു തന്നെ വന്നാലും നമ്മളത് അതിജീവിക്കും എന്നുള്ളത്. മുന്തിറും പപ്പനും തന്നല്ല, ദുബായിലൊക്കെ നല്ല കിലാടികളാണ്, ഗോൾഡ് പൊട്ടിക്കുന്ന ടീമില്ലേ, അങ്ങനത്തെ ആളുകളൊക്കെ ഉണ്ടാവും. ഇവൻ ഏതോ ആളുകളെ ബന്ധപ്പെട്ട് എൻ്റെ കയ്യിൽ ഗോൾഡ് ഉണ്ട്, ഇത് ഉരുക്കിയാണ്. ഞങ്ങൾക്കെതിരെ കേസ് കൊടുത്ത ആളുടെ അടുത്ത് പോയി എൻ്റെ അനിയൻ മരിച്ചു കിടക്കുക. ആ മയ്യത്ത് ഞങ്ങൾക്ക് ട്രാവൽ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് 15 ദിവസം ഡിലേ ആയത്. എൻ്റെ അനിയന്റെ മയ്യത്ത് 15 ദിവസം ഡിലേ ആയിട്ടാണ്